ഇടുക്കി മറയൂരിൽ വീണ്ടും ചന്ദനമോഷണം. സഹായഗിരി ആശ്രമത്തിന്റെ ഭൂമിയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത്. 5 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന ചന്ദനമരമാണ് മോഷണം പോയത്. ഒരു മാസത്തിനിടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് 4 ചന്ദനമരങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് വൻതോതിൽ ചന്ദനമരങ്ങൾ പോകുന്നു. ഈ പരാതി കൊടുക്കാതെ വനം വകുപ്പിന് ഇത് കേസെടുക്കാൻ പറ്റത്തില്ല. കാരണം സ്വകാര്യ ഭൂമിയിലുള്ള മരങ്ങളാണ്. ഇപ്പോൾ മോഷ്ടാക്കളുടെ ശല്യം വളരെ രൂക്ഷമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, റോഡ് വഴികളെല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഇതിന് ശാസ്ത്രമായ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, മറയൂർ ചന്ദനങ്ങൾ വളരെ പ്രശസ്തമാണ്. ഇപ്പോഴിതാ മോഷണവും പതിവാകുന്ന നിലയാണല്ലേ? വിനീത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് മറയൂര്. പക്ഷേ അടുത്ത കാലത്തായി ചന്ദനമരങ്ങൾ മോഷണം പോകുന്നത് നിത്യസംഭവമാകുന്നു എന്നതാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 ചന്ദനമരങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് മോഷണം പോയത്. ആ നാട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ പോലീസിന്റെയും വനം വകുപ്പിന്റെയും ഉൾപ്പെടെ പെട്രോളിംഗ് കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. ആവശ്യത്തിലധികം ക്യാമറകൾ ഈ വനമേഖലയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊള്ളസംഘം അവിടെ എത്തി ഈ മരങ്ങൾ മുറിച്ചുകൊണ്ടു പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം 5 ലക്ഷം രൂപയുടെ ചന്ദനമരങ്ങളാണ് ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. സഹായഗിരി ആശ്രമത്തിൽ നിന്നുമാണ് ഈ ചന്ദനമരങ്ങൾ മുറിച്ച് കടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പരാതി നൽകുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. പരാതി നൽകിയാൽ മാത്രമാണ് വനംവകുപ്പിന് ഇതിൽ അന്വേഷണം നടത്താൻ പറ്റുകയുള്ളൂ. എന്താണെങ്കിലും വനംവകുപ്പ് ഇതിൽ സ്വമേധയാ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് ഈ മരങ്ങൾ കൊണ്ടുപോയത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. വിനീത, ശരി, വ്യക്തമാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.